ഹായ് സുന്ദരീസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ പോയത് ഗുൽമർഗിലായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ പോണത് സോൻമർഗിലാണ്. ഒക്കെ മർഗുകളാണല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത് ശ്രീനഗറിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 2.5 മണിക്കൂർ ദൂരമുണ്ട് സോൻമർഗിലേക്ക്. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലേഷ്യർ പോലെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൻമർഗിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്തവണ ഈ സോൻമർഗിലത്തെ സ്റ്റേ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇങ്ങനെ ലക്ഷൂറിയസ് അങ്ങനത്തെ ഒരു ദിവസത്തേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെയും ഇന്നൊക്കെ മിനിഞ്ഞാന്നും ഇന്നലെയൊക്കെ നന്നായി നമ്മൾ ട്രാവൽ ചെയ്ത് നന്നായി സ്നോ ഒക്കെ കണ്ട് ഒരുപാട് ആസ്വദിച്ചു. അപ്പോൾ ഇനി ആ ഹോട്ടലിൽ അങ്ങ് സ്റ്റേ ചെയ്ത് കുറച്ചിങ്ങനെ റിലാക്സ് ചെയ്ത് എനിക്ക് 2-3 വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ട്. വാട്ട് ഇസ് ഇൻ മൈ ബാഗ്, പിന്നെ സാരി എടുത്തൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് സമാധാനത്തിൽ അതൊക്കെ കണ്ട് അതൊക്കെ അവിടെ ആ പരിസരത്തിന് സ്നോ ഉള്ളതാണ്. ആ ഹോട്ടലിൽ ഉള്ള സ്ഥലത്ത് തന്നെ സ്നോ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ തന്നെ നിൽക്കാം. അപ്പോൾ നമ്മൾ നേരെ സോൻമർഗിൽ പോയിട്ട് അവിടെ സ്റ്റേ ചെയ്യാനാണ് കേട്ടോ പോണത്. എനിക്ക് ആ ഹോട്ടലിൽ താമസിക്കാൻ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ സ്റ്റേയുടെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഫാന്റാസ്റ്റിക് ട്രാവൽസിൻ്റെ അവരുടെ സജഷൻ ചോദിച്ചാൽ അവർ തന്നെയാണ് കേട്ടോ ഈ ഹോട്ടൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, സ്റ്റേ ചെയ്ത് നോക്കും. ഇതൊരു 5 സ്റ്റാർ ഹോട്ടലൊക്കെയാണ്. നമ്മുടെ കൺട്രി സൈഡ് റാഡിസൺ ബ്ലൂല്ലേ. അപ്പോൾ എനിക്ക് എന്നെക്കാട്ട് കൂടുതൽ അമ്മ അവിടെ താമസിക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിലാണ് ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ഇന്നിപ്പോൾ നമുക്ക് ഔട്ട്ഫിറ്റിന് വലിയ പ്രാധാന്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇതുണ്ടാവണം, വാം ആയിട്ടിരിക്കണം, നല്ല തണുപ്പിന് ഒന്നൊക്കെയാണ് അവിടെയുള്ള. പിന്നെ സോൻമർഗ് ഒന്നും കൂടി മുകളിലേക്കല്ലേ, അപ്പം നല്ല തണുപ്പുണ്ടാവും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതിടാന്നാണ് കേട്ടോ. ഇത് ആദ്യം ഞാൻ വാമേഴ്സ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഈ ഡ്രസ്സ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനേക്കാട്ടിലും മുന്നേ വാമേഴ്സിൻ്റെ മീതെ ഇപ്പം ഞാൻ ഉള്ളിൽ ഓൾറെഡി ഇത് ഇട്ടിട്ടുണ്ട്, തേർമൽസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മീതെ നമുക്ക് ഫസ്റ്റ് ഇതിടാം, ഈ ഒരു ടീഷർട്ട് പോലത്തത്. അതിൻ്റെ മീതേക്ക് ഇതിടാം. ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ചൂട് തരുന്ന മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്നൊരു ഫുൾ ബ്ലാക്ക് പിടിക്കാം. അപ്പോൾ അതേ തണുപ്പിനൊരു ശമനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാണ്ടുണ്ട്. അപ്പോൾ ഇതാ ഉള്ളില് നമ്മളെ തേർമൽസും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആ ലോങ് ഉടുപ്പില്ലേ മിന്ത്രി എന്നുള്ളത്, അത് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ള ബോഡിക്കോൺ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ മീതെ സ്കേർട്ട് ഇട്ടിട്ടുണ്ട്. ഇതേ ഈ ഒരു തേർമൽസ് അതിൻ്റെ മീതേക്ക് ഈ സ്റ്റോക്കിങ്സും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ ഇന്നലെ ഇട്ട് ഇതേ ജാക്കറ്റ് തന്നെ ഇടാം. തൽക്കാലം കൈ പിടിക്കാം, കയറാൻ നേരത്താവാം. ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്താലോ, രസമുണ്ടാവില്ലേ? ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് കോമ്പോ നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ എന്തായാലും നന്നായിട്ട് ലിപ് ബാം ഇട്ട് വയ്ക്കുക. എന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഷെയ്ഡ് മെറൂൺ ആണ് കേട്ടോ. ഈ മെറൂൺ ഷെയ്ഡ് വെച്ചിട്ട് കൈ വിറയ്ക്കുന്നു ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ടാഗ് ചെയ്യേ, ഭയങ്കര വിലക്കുറവാണ്. ഇത് വന്നിട്ട് ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കുറച്ചെടുത്തിട്ട് ഇതെന്താണെന്ന് നോക്കുക. അപ്പൊ അതേ ലിപ്സ്റ്റിക്കിന്റെ മീതെ ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അതെല്ലാം ഇങ്ങനെ തന്നെ മതി, കാരണം ഞാൻ ഫുൾ ബ്ലാക്ക് അല്ലേ. ഞാൻ വിചാരിക്കണേ ഇങ്ങനെ തന്നെ മതി എന്നുള്ളതാണ്. ഇനി ഒരു ഗോൾഡൻ കമ്മലും മുടിയൊന്ന് നന്നായിട്ടൊന്ന് ഈരിയിടാം. ഞാൻ സ്ട്രെയിറ്റൻ ചെയ്ത് നല്ല രീതിയിലൊക്കെ കൊണ്ടുവന്ന, പക്ഷെ സ്നോഫോളൊക്കെ ആയിട്ടും മുടി നനഞ്ഞ് പിന്നെയും ചുരുണ്ടു കേട്ടോ. ഞാൻ വരുമ്പോ ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്ത് കൊണ്ടുവന്നതാ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ക്രിംപർ. വിചാരിക്കും ഇന്ന് വേണ്ട, നമ്മള് ഇന്നിപ്പോ സോൻമർഗിൽ എത്തുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യല്ലോ, അപ്പോൾ നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. സ്ട്രെയിറ്റനൊക്കെ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാലോ. റെഡി. അപ്പൊ നമുക്ക് ഇറങ്ങാൻ 10 മണിയായി. നമുക്ക് 11-12 ഒക്കെ ആവും അവിടെ എത്തുമ്പോൾ. ഇവിടെ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പൂച്ചക്കുട്ടിയല്ല, ഒരു പൂച്ചയാണ്. അത് സൂക്ഷിക്കണമ്മേ. എനിക്ക് പൂച്ച ആയതുകൊണ്ട് ഇത്തിരി പേടിയാട്ടോ. ഡോഗായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പൂച്ചകൾക്ക് ഇഷ്ടമല്ലല്ലോ അതിന്റെ പ്രൈവസിയുടെ ഉള്ളിലേക്ക് കടന്നു കയറുന്നത്. മോഷൻ സിക്നസ് വരാണ്ടിരിക്കാനുള്ള മരുന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു പെട്ടി മരുന്ന് എടുത്തിട്ടാണ് വന്നത്. എന്നിട്ട് ഞാൻ രാവിലെ ഏട്ടനെ വിളിച്ച് ചോദിച്ചു, ഇതിനകത്ത് നീ ഏത് മരുന്നാണ് നമുക്ക് മോഷൻ സിക്നസ് കഴിക്കുക? അപ്പൊ ഈ കളറിൽ ഈ ഗുളിക കഴിച്ചോ പറഞ്ഞിട്ട് വീഡിയോ കോളിൽ കാണിച്ചതും. അപ്പോൾ പിന്നെ ഞാനതെടുത്ത് കഴിച്ചു. ഞാൻ ആദ്യമായിട്ടാട്ടോ കഴിക്കണേ വോമിറ്റിങ്ങിനുള്ള മരുന്ന്. അമ്മയ്ക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്, ഇതിന്റെ മോഷൻ സിക്നസിന്റെ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കണം. നമുക്ക് ഇത്രയും ദൂരം ഉള്ളതാണ്. അപ്പൊ പിന്നെ അത് കഴിച്ചു. അങ്ങനത്തെ കുറച്ച് മരുന്നുകൾ എന്തായാലും കരുതിക്കോളൂ കേട്ടോ. ഇനി നമ്മളിപ്പോ ഇവിടെ വരണ വഴിക്കുള്ള ഒരു എന്താ പറയാ, തടാകമാണോ
അരുവി, നമ്മൾ അരുവിയുടെ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വലിയൊരു പാലൊക്കെ ഉണ്ട്. ഇതൊരു സ്പോട്ടാണ്. ഇവിടെ നമ്മൾ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ നോക്കുക, എല്ലാവരും റീൽ എടുക്കുക. അപ്പൊ ഈ ചേട്ടൻ ഉണ്ടല്ലോ, ഈ ചേട്ടൻ നമുക്ക് റീൽ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു റീലിന് കിട്ടാൻ പോലെ आपने 200 ആണ് ഒരു റീലിന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു ഫോട്ടോയ്ക്ക് 20 രൂപ. ബാർഗൈൻ ചെയ്താൽ കുറയും കേട്ടോ. ലാസ്റ്റ് സെറ്റിൽ ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചേട്ടനെ കൊണ്ട് തന്നെ നമുക്ക് റീൽ എടുപ്പിക്കാന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ അമ്മേനെ കൊണ്ട് എടുപ്പിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇവരാകുമ്പോ ഇങ്ങനെ ആള് കഴിഞ്ഞ സ്ഥലമൊക്കെ ആക്കി എടുത്ത് അങ്ങനെ എടുത്തരും കേട്ടോ. അതിന്റെ കൂടെ നമുക്കും കൂടി ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് ഏത് പാട്ടാ വേണ്ടത്, നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഒരു ഐഡിയയും കൂടി ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് റീൽ എടുപ്പിക്കാൻ പറ്റും. ഈ പ്രാവിന് പറഞ്ഞത് 100 രൂപ. പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു 50 രൂപ. പക്ഷേ എനിക്ക് താല്പര്യമില്ലാട്ടോ ഈ പ്രാവിനെ എടുത്തിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. നല്ല സ്പോട്ടാട്ടോ. എന്നുവെച്ചാൽ ഫോട്ടോയും വീഡിയോയും എടുക്കാനായിട്ട് നമുക്ക് അങ്ങനെ എടുത്തു തരാനൊന്നും ആരും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. 200 രൂപയില്ല. ഇവിടെ നിന്നുള്ള പാലമാണെങ്കിൽ പൊട്ടിയിരിക്കുക, അതിൻ്റെ താഴാണെങ്കിൽ വെള്ളവും. അതാണ് ഇത്തിരി ഒരു ബുദ്ധിമുട്ടുള്ളത്. ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതൊക്കെ എൻ്റെ അമ്മ ചാടി കടന്നുപോയി. എനിക്ക് എൻ്റെ ദൈവമേ പേടിയായിട്ട്, എനിക്ക് നീന്താനും അറിയില്ല. പക്ഷെ ഇവിടെ വന്നതിന് ഗുണം ഉണ്ടായിട്ടോ, നല്ലൊരു റീല് കിട്ടി. അമ്മ സൂക്ഷിച്ചു പോണട്ടോ, പിടിക്കണേ. അമ്മ പൊക്കോളൂ. प्लेस का नाम क्या था? इसका नाम है वायल ब्रिज. हाँ, गांधरबल से आता है. वायल ब्रिज. ഓക്കെ. സ്ഥലം നല്ല കേട്ടോ. നമ്മളൊരു ടണല് കടന്ന് ഇവിടെ എത്തി. ഡ്രൈവർ ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടോ, വെൽക്കം ടു സോൻമർഗ് എന്ന് പറഞ്ഞു. അത് നോക്കിയപ്പോൾ ദേ ഫുള്ള് മഞ്ഞ്. ഇത്ര നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ മഞ്ഞൊക്കെ ഉരുകി പോയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ഫുള്ള് കണ്ടോ, മഞ്ഞിലിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലും ആ ഹോട്ടലിൻ്റെ അവിടെയും മഞ്ഞുണ്ടാവും. ഇവിടെ സോൻമർഗിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല നല്ല വലിയ ഹോട്ടൽസും പിന്നെ മഞ്ഞും, അതാണ് മെയിനായിട്ടുള്ളത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, മരുന്ന് കഴിച്ച കാരണം നല്ല ഗുണമുണ്ട്. മരുന്നും കഴിച്ചു. ഞാനൊരു പാച്ച് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്, നമുക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാച്ച്. അതുകൊണ്ടാണോ എനിക്കൊന്നും തോന്നിയില്ല. അമ്മ വളഞ്ഞു തിരിഞ്ഞു വന്നിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും തോന്നിയാ? അമ്മയ്ക്ക് കുഴപ്പമുണ്ടായില്ല. ഇപ്പോൾ റിസ്ക് എടുക്കണ്ട, കഴിക്കാൻ പറ്റുമെങ്കിൽ മരുന്ന് കഴിക്കണോണ്ട് ബുദ്ധിമുട്ടില്ല. കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിച്ചോളൂ കേട്ടോ. ഇങ്ങനെ കുഞ്ഞ് ബേബി ഹോഴ്സസ് ഇല്ലേ, പോണീസാണ്. അതുവഴി അതല്ലെങ്കിൽ നമുക്ക് ABT മറ്റേ റൈഡ് ഉണ്ടല്ലോ, ബൈക്ക് റൈഡ് ഉണ്ടല്ലോ, അതിലൂടെ നമുക്ക് പോയി നമുക്ക് അവിടെ ഇങ്ങനെ കാണാനുള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. താമസിക്കുന്നതിൻ്റെ ചുറ്റിനും മഞ്ഞാണ് കേട്ടോ, ചുറ്റിനും മഞ്ഞാണ്. അപ്പോൾ എനിക്ക് അത്ര സന്തോഷമായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ. ഞാൻ വിചാരിച്ചതിനെക്കാട്ടും അടിപൊളിയാണ് കേട്ടോ, ഇത്രയും മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട്. എങ്ങനെയുണ്ട്? അമ്മ പറഞ്ഞു നല്ല മധുരമുണ്ട്. ശരിയാ, ഭയങ്കര മധുരാണ്. ഒരു കണ്ണിങ്ങനെ തുറക്കാൻ പറ്റണില്ല നമുക്ക്. വെള്ള കളർ ഇങ്ങനെ കണ്ണിലേക്ക് അടിക്കുമ്പോഴേ, പ്രകാശം ഇങ്ങനെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ കണ്ണിങ്ങനെ ഫുള്ള് തുറക്കാൻ പറ്റണില്ല. കണ്ണിങ്ങനെ അടഞ്ഞു പോവാ. ഭയങ്കര അതെ ഉരുകി തുടങ്ങി. വെള്ളം ഇങ്ങനെ ഒലിച്ചു തുടങ്ങി. ആ സൈഡിലൊക്കെ വെള്ളം ഒലിച്ചു തുടങ്ങി. എന്നാലും ഇന്നും ചെറുതായിട്ട് വെയിലുണ്ട്. അതെ. ഞാൻ അമ്മേനെ കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ടാവുമെന്ന് അറിയില്ല, നോക്കി നോക്കാം. എപ്പോഴും ഞാൻ ലൈഫിൽ വിചാരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ സിറ്റുവേഷനിൽ നമുക്ക് എന്താവുന്നോ അതിനെ 101% കൊടുത്ത് ചെയ്യുക. അതല്ലാണ്ട് നമ്മൾ പെർഫെക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തൊക്കെ എനിക്ക് ഇങ്ങനെ തികഞ്ഞ് കിട്ടിയാലേ ഞാൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആളല്ല കേട്ടോ ഞാൻ. അത് മാത്രമല്ല, ഞാൻ ഇത്രയും നാളായിട്ട് അങ്ങനെ ചെയ്തിട്ട്, അതായത് എനിക്ക് എന്ത് പറ്റുന്നു അത് 100% കൊടുത്ത് ചെയ്യുമ്പോൾ എനിക്ക് നല്ലതേ വന്നിട്ടുള്ളൂ. മേ ബി കുറച്ച് പേർക്ക് അയ്യോ ഇത് പോരാ, നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി ചെയ്തൂടെ എന്നൊക്കെ ഇനി ആരെങ്കിലും ചോദിച്ചാലും എനിക്കറിയാം ഈ സാഹചര്യത്തിൽ എനിക്ക് ഇത്രേ പറ്റുള്ളൂ. അതിൻ്റെ അതിൽ ഞാൻ 100% കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ഇതുള്ള കാരണം എനിക്ക് നല്ല സന്തോഷം തോന്നാറുണ്ട്. എനിക്ക് കണ്ണുറക്കാൻ പറ്റുന്നില്ലടാ. അമ്മ പറഞ്ഞത് ശരിയാ, ഭയങ്കര പാടാ. അമ്മ അതേ മഞ്ഞൊക്കെ ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയമായി. അപ്പോൾ നമുക്കിനി അകത്ത് പോവാം. ഇത്രയും മഞ്ഞുണ്ടെങ്കിലും അധികം എനിക്ക് തണുപ്പ് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യില്ല. മേ ബി നമ്മൾ 2 സൈഡിലാണ്, അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും ക്ലൈമറ്റിനോട്. അയ്യോ, ഫുള്ള് മഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ നിന്ന് നമുക്ക് സുഖമായിട്ട് എടുക്കാം. വീഡിയോസൊക്കെ വേണമെങ്കിൽ നല്ല രസമുണ്ട്. 204 ആണ്. ഓക്കെ. ദേ റൂമില് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വ്യൂ ആണ് കേട്ടോ അത്.
നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതാണ്. ശരിക്കും ഇവിടെ ഉണ്ട്, ഇവിടുത്തെ നല്ല വലിയ അടിപൊളി ഹോട്ടലാണ്. പക്ഷെ അമ്മയ്ക്ക് ആഗ്രഹം ഇവിടുത്തെ ആ ചോളം ഉണ്ടല്ലോ അത് കഴിക്കാനായിട്ട്. രാത്രി പോകാമെന്നാ വിചാരിച്ചു. രാത്രി ആകുമ്പോൾ കൂടുതൽ തണുപ്പും കാര്യങ്ങളൊക്കെ ആവും. ഇപ്പോഴാകുമ്പോൾ വലിയ വിശപ്പില്ല, സിമ്പിളായിട്ട് കഴിച്ചാൽ മതി. കൺട്രി ഇൻ സൂട്ട്സ് ബൈ റാഡിസൺ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഇത്രയും വേണം, ഇത്രയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലെത്തി. നമ്മളിവിടെ കോൺ കഴിക്കാൻ വെച്ചിട്ട് എൻ്റെ പൊന്നെ, നമ്മുടെ ചുറ്റിനും ഒരു 100,000 ആൾക്കാർ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കില്ല കേട്ടോ, അവരിങ്ങനെ നിൽക്കും. ഇങ്ങനെയാണ്. നല്ല ചൂടുണ്ടാവുന്നു. ഇല്ല അമ്മ കഴിച്ചോളൂ. ഇല്ല അമ്മ കഴിച്ചോളൂ. ഇതിങ്ങനെ തരും, ഞാൻ പിടിക്കാം. ബ്രെഡ് ഓംലെറ്റ് ആണ്. നല്ല സൂപ്പർ ക്ലൈമറ്റ് കേട്ടോ, മഞ്ഞും അതിൻ്റെ ഒപ്പം വെയിലും. പക്ഷെ തണുപ്പുണ്ടായിരുന്നു. എന്നാലും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ മഞ്ഞിൽ നിന്ന് വീണ് ഉരുണ്ട് പടഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു റീല് എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അമ്മ കുറെ അധികം കഷ്ടപ്പെട്ടു എനിക്ക് റീൽ എടുത്തരാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് അങ്ങനെ ശീലമില്ലല്ലോ അത് പിടിച്ചിട്ട് ഇതൊക്കെ ആയിട്ട്. ഞാൻ പിന്നെ കൂടുതലും ഇവിടെ വന്നിട്ടാണെങ്കിലും ട്രൈപോഡിലും ഒക്കെ അങ്ങനെ തന്നെ ഞാൻ തന്നെ എപ്പോഴും എടുക്കുക. പക്ഷെ ഇത് ഇങ്ങനത്തെ എനിക്ക് പാട്ട് പാടിയിട്ടുള്ള ഒരു റീല് അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെടുത്തരാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തായാലും പറ്റാവുന്ന രീതിയിലൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് വേണം, നാട്ടിൽ പോയിട്ട് വേണം എഡിറ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഡിന്നർ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ചിക്കനാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടുത്തെ ചിക്കൻ ഞാൻ ഇത്രയും കഴിച്ചെടുത്തോളം ചിക്കൻ കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്തു. നാളെ ഇനി രാവിലെ ഈ സാരി ഫോട്ടോ ഷൂട്ട് വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ തണുപ്പ് എനിക്കറിയില്ല കേട്ടോ, ഭയങ്കര തണുപ്പാണ്. പിന്നെ ഇന്നമ്മ എടുത്തു തന്നപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. അമ്മ എടുത്തു തരികയാണെങ്കിൽ ഞാൻ 1 മണിക്കൂർ ഈ സാരി എടുത്തിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ തണുത്ത് വിറങ്ങിച്ച് എന്നെ ഇങ്ങനെ എടുത്തിട്ട് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരാളുടെ അടുത്ത് ഷൂട്ട് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നമ്മുടെ ട്രാവൽ ഏജൻസിയുടെ അവിടെ നിന്ന് ഞാൻ വിളിച്ചു. അപ്പോൾ അവരും ഇവിടെ ഒരാളുടെ അടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എളുപ്പമായി. അപ്പോൾ അവർ റെഡിയാക്കി തരും. നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 9 മണിക്ക് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സ്ലീവ്ലെസ് ബ്ലൗസ്, പിന്നെ ഇത് എത്രയാണ് ലോങ് ഷോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുമെന്ന് എനിക്ക് അറിയില്ല. ഫോണിലൊക്കെ അല്ലേ എടുക്കണേ. അത്രയേ ഉള്ളൂ. അത്യാവശ്യം നിറയെ കണ്ട് ആസ്വദിച്ചു. ഇന്ന് കഴിഞ്ഞ 2 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ ഈ പോകുമ്പോൾ ഫുള്ള് ഷൂട്ട് ചെയ്യും എന്നൊക്കെ ആയതുകൊണ്ട് എനിക്കിങ്ങനെ മഞ്ഞിങ്ങനെ അങ്ങനെ കണ്ടു ഇല്ല എന്നുള്ളതല്ല, പക്ഷെ ഇങ്ങനെ എനിക്കിങ്ങനെ നോക്കിയിരിക്കാന്ന് പറയില്ല, അത് ഞാനിങ്ങനെ കൺകുളിർക്കേന്ന് കുറേ നേരം കണ്ട് ആസ്വദിച്ചു. പിന്നെ ഈ കുട്ടീനെയൊക്കെ ഞാൻ വിളിച്ച് കാണിച്ചൊക്കെ കൊടുത്ത് ആയിട്ടും ഭയങ്കര ഹാപ്പി. അങ്ങനെ ഇനി അത്രയേ ഉള്ളൂടാ. ഫുഡ് കുറേ കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം അങ്ങനെ കുറേ ഫുഡൊക്കെ കഴിച്ച് ഡെസേർട്ടൊക്കെ കഴിച്ച് ക്ഷീണിച്ചു. ഇനി നമുക്ക് കിടന്നുറങ്ങാന്നുള്ളതാണ്. നമുക്കിങ്ങനെ വല്ലപ്പോഴും മീനിടുന്ന സൗഭാഗ്യം ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ രാവിലെ എനിക്ക് മഞ്ഞൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ തീരില്ല കേട്ടോ. സാരി കൊടുത്തിരിക്കണം കണ്ടോ. മഞ്ഞിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ശ്രീനഗറിലേക്ക് പോകട്ടെ. ശ്രീനഗർ നമ്മൾ അങ്ങനെ പോയിട്ടില്ല, എന്ന് വെച്ചാൽ അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പം ഇന്ന് അവിടെ 1-2 സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നാളെ ഡൽഹിക്ക് കണ്ടിട്ട് പോകാനുള്ള പ്ലാനാണ്. ഈ സാരി എൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്ന സാരി തന്നെ, ബ്ലൗസ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. സാരി കൊടുത്ത് റെഡിയൊക്കെ ആയി. ഞാൻ ഷൂട്ടൊക്കെ ചെയ്തു, ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തു. അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അമ്മ ദാ വെറുതെ ഇവിടെ ഇങ്ങനെ മഞ്ഞും നോക്കിയിരിക്കുന്നുണ്ട്, ബോറടിച്ചിരിക്കുന്നു. അയ്യോ, ഇവിടെ ഇങ്ങനെ ഇതിന്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും. നല്ല വ്യൂ ആ. അപ്പൊ നമ്മള് ഹോട്ടലിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല മലനിരകളും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് ആ പയ്യൻ ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ, അതായത് സോൻമർഗിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ ആൾക്ക് കുറെ കൂടി നന്നായിട്ട് അറിയാലോ. പിന്നെ എടുക്കാനും കുറെയൊക്കെ അറിയാം കേട്ടോ, ഇങ്ങനെ എടുത്ത് കൊടുക്കണതാണ് റീലൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം വെച്ചാൽ ഇന്നലെ നമുക്ക് ആ ഒരു ബ്രിഡ്ജിന്റെ അവിടെ എടുത്തു തന്നില്ല, അതേപോലെ തന്നെ ഉള്ളതാണ്. ഇങ്ങനെ ഓരോ ആളുകളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി തന്നെ ഏത് പാട്ട് വേണം, എന്തൊക്കെ ചെയ്യണം, ലിപ്സിങ് എങ്ങനെ വേണം, ഇടയിൽ എങ്ങനെ കയറ്റണം, ലൈക്ക് മറ്റ് വീഡിയോസ് ലോങ് ആൻഡ് ഷോർട്ട് വീഡിയോസ് എങ്ങനെ വേണം എന്നുള്ളൊരു പ്ലാൻ ഉള്ള കാരണം കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് ചെയ്യാനും പറ്റും. അതേപോലെ അവർക്കും
എളുപ്പത്തിൽ എടുക്കാനും ഒക്കെ പറ്റും. നമുക്ക് ഒരുപാട് നേരമൊന്നും ഇങ്ങനെ മഞ്ഞിൽ ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ആഗ്രഹമുള്ളവരാണ്, എനിക്കറിയാം കുറെ പേർക്ക് ഇങ്ങനെ ആഗ്രഹമേ ഉണ്ടാവില്ല ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ളതൊക്കെ, കണ്ണുകൊണ്ട് കാഴ്ച കണ്ട് തിരിച്ചു വരിക എന്നുള്ളതായിരിക്കും ഒരുപാട് പേരുടെ സന്തോഷം. ഐ റെസ്പെക്റ്റഡ് ഇത്. പക്ഷെ എനിക്ക് എൻ്റെ ജോലി ഇതായതുകൊണ്ട്, എനിക്ക് ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ടും, ഇനി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയണതാണ് കേട്ടോ. എനിക്ക് നല്ല സന്തോഷമായി എന്തായാലും. അങ്ങനെ നമ്മൾ സോൻമർഗിൽ നിന്ന് ഇതേപ്പോൾ ശ്രീനഗർ എത്തിയിട്ടോ. ഇത്തവണ കുറച്ചും കൂടി നേരത്തെ എത്തി, 2 മണിക്കൂർ കഷ്ടി എടുത്തില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മൾ എത്തി. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളതെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. എനിക്ക് എത്ര പോപ്പുലർ ആണോന്നൊന്നും അറിയില്ല. എന്തായാലും എനിക്കിവിടെ വരുമ്പോൾ തന്നെ ആഗ്രഹമുള്ള ഒരു സാധനമായിരുന്നു വസ്വാൻ. അത് മട്ടൻ വസ്വാനാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വസ്വാൻ, അതെ. പിന്നെ ഒരു മട്ടൻ ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട്. 2 മട്ടനാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ചിക്കനെക്കാട്ടിലും നന്നാവുക ഇവിടെ മട്ടനാണെന്ന്. ഞാൻ ഇതുവരെ ഇവിടെ ചിക്കൻ കഴിച്ചിട്ട് എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നമ്മുടെ നാട്ടിലത്തെ തന്നെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിലത്തെ ആകുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇവിടെ ഉണ്ടല്ലോ, കാശ്മീർ വന്നിട്ട് നമുക്ക് റീൽ എടുക്കണം എന്നാണെങ്കിൽ ഇവിടെ ഈ സോൻമർഗിലാണെങ്കിലും അതെ, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പോയ ലേക്കിലെ അവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ ഫോണും പിടിച്ച് നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന റീലാണെങ്കിൽ ഫോണിൽ തന്നെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അവരെന്നെ എഡിറ്റ് ചെയ്ത് തരികയും ചെയ്യും. 200 രൂപ മുതലാണ് ഒരു റീലിന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കത് വലിയ കുഴപ്പമില്ലല്ലോ. അവർ അത്യാവശ്യം കുഴപ്പമില്ലാണ്. അവർക്കാകുമ്പോൾ അറിയാം ഏത് പൊസിഷനിൽ നിന്ന് എടുക്കണം എന്നുള്ളത്. നമുക്കുള്ളതല്ലേ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞ് വിശന്നിട്ട് പോയി കേട്ടോ. നല്ല വിശപ്പുണ്ട്. മട്ടൻ ये मटन रोगन जोश है, ये देखिए। ये मटन सीख कबाब है, ये मेथी है, ये तबक माज है, ये घी में फ्राई है, पहले खाइएगा। ये पहले खाना है। ये मटन गोश्ताबा है, ये मटन रोगन जोश है, ये मटन रिश्ता है। ഇതാണ് ആദ്യം കഴിക്കാൻ പറഞ്ഞ സാധനം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്കറിയാലോ മട്ടൻ കടിച്ചിറക്കാൻ ഇത്തിരി പ്രയാസമാണ്. പക്ഷെ രസമുണ്ട്. റൈസാണ്. റൈസ് ട്രൈ ചെയ്യാട്ടോ. രസമുണ്ട്. എരിവുണ്ട് കേട്ടോ നല്ലോണം. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇതെങ്ങനെയുണ്ട് അമ്മ മട്ടൻ ബിരിയാണി? നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ നാട്ടിലത്തെ ബിരിയാണിയാണല്ലോ. അമ്മയുടെ ബിരിയാണി ഫ്ലോപ്പ് ആയിരുന്നു. ഇനി നമ്മൾ പോണത് ശങ്കരാചാര്യ ടെമ്പിളിൽ ഒരു സ്പോട്ടാണ് കേട്ടോ അവിടെ. പക്ഷെ കാറ് താഴെ വരെ നിർത്തുള്ളൂ, അതിന് മീതയ്ക്ക് വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നടക്കാൻ എന്തായാലും ഇത്ര കാര്യമായിട്ട് ഫുഡൊക്കെ കഴിച്ചല്ലേ, അപ്പൊ അതൊക്കെ അങ്ങ് ദഹിക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് ദൂരം ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ നടക്കാനായിട്ട്. കുറച്ച് ദൂരം നിന്നിട്ട് കുറച്ച് ദൂരമായി. ഇതുവരെ എത്ര കാണാനുമില്ല. ഇപ്പൊ തന്നെ എനിക്ക് തണുത്തു. ഞാൻ ഈ തണുക്കുണ്ടാ അമ്മ എന്റെ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് നല്ല കട്ടിയുണ്ട്. മിന്ത്രയെന്ന് മേടിച്ചതാ. ഞങ്ങക്ക് കോമൺ ആയിട്ടുള്ള സ്വെറ്റർ കൊണ്ടുവന്നാൽ മതിയല്ലോ, അല്ലെങ്കിൽ അത്രയും വെയിറ്റ് എടുക്കണ്ടേ. ഇവിടെ ഇല്ലേ നമുക്ക് ഇതില്ല, ഇവിടെ 250 സ്റ്റെപ്പ് കയറണം കേട്ടോ. ഒരു പ്രത്യേക മണം. ഫൈനലി അമ്പലം എത്തിയിട്ടാ. ഇതാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന വ്യൂ. നമുക്ക് മൊത്തം ശ്രീനഗർ കാണാം. അങ്ങനെ നമ്മൾ 250 സ്റ്റെപ്പ് അങ്ങടും, അത് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് കയറണമെങ്കിൽ പിന്നെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. പക്ഷെ അത് കയറി ആ വ്യൂ കാണുമ്പോൾ നല്ല രസമാണ്. അത് കഴിഞ്ഞിട്ട് ഇത്രയും താഴേക്കും ഇറങ്ങി വരണം. അപ്പൊ നമുക്ക് പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇത്രയും കയറ്റി വിടുന്നുണ്ടായിരുന്നു. യൂഷ്വലി വണ്ടി ഇവിടെ വരെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും സ്റ്റെപ്പ് കയറുന്ന അത്ര വലിയ പ്രശ്നമല്ലായിരുന്നു. അപ്പൊ ദേ നമ്മള് ദൽ ലേക്കിന്റെ പാക്കേജിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. 1 hour നമ്മൾ മീന ബസാറിൽ പോവും, എന്നിട്ട് തിരിച്ചു വരും. പിന്നെ ഇതിനും എക്സ്ട്രാ വേണമെങ്കിൽ എന്തോ ഒരു 8 സ്ഥലങ്ങൾ എന്തോ പറഞ്ഞു. അങ്ങനെ എക്സ്ട്രാ വേണമെങ്കിൽ 1500 വേണമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മളത് എടുത്തില്ല കേട്ടോ. നമുക്കിത് മതി. 1 മണിക്കൂറുണ്ടോ? ഇത് ഒരു അവിടെ മീന ബസാറിലേക്ക് വിടും, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വിടും. അപ്പൊ ഏകദേശം 1 മണിക്കൂർ ഉണ്ടാവും. 20 minutes എന്നാണ് പറഞ്ഞത്. നമുക്ക് അത് മതിച്ചിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് മറ്റേ ഗാർഡനും കൂടി കണ്ടു തീർത്ത് പോവാലോ വെച്ചിട്ടാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അത്യാവശ്യം പേടിയുള്ള ഒരു സാധനമാണ് വെള്ളം. നീന്തൽ പറയില്ല. അമ്മ നീന്തോ? അമ്മ നീന്ത്
ഞങ്ങൾ മലേഷ്യ പോയപ്പോ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ താറാവിനെ പോലെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകും. പക്ഷെ ഈ വെക്കേഷൻ ഞാനും മീമയും ഏട്ടനും കൂടി ഞങ്ങൾ 3 നാളും കൂടെ സ്വിമ്മിങ് പഠിക്കും. ഇല്ല, ആൾക്കറിയില്ല. ഓ, ഇതൊക്കെ ഇതുണ്ടല്ലോ ഇവിടെ താമസിക്കാനുള്ളതാന്ന് തോന്നുന്നു കേട്ടോ. എന്നുവെച്ചാ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ടേ അങ്ങനെ. ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്ലവറിന്റെ സമയത്ത് നിറയെ ഫ്ലവർ. ഇങ്ങനെ നല്ല സുഖം കേട്ടോ. നല്ല നനത്തിങ്ങനെ കാറ്റില്ലേ, ഇങ്ങനെ ചെറിയൊരു കാറ്റ്. നല്ല ക്ലൈമറ്റ്, അധികം തണുപ്പില്ല അധികം ചൂടുമില്ല. അങ്ങനെ ഈ വൈകിട്ട് ഈ സമയത്തുണ്ടല്ലോ, ഈ സമയത്താണെന്ന് അറിയില്ല, എന്തായാലും ഇങ്ങനെ പറഞ്ഞു വൈകിട്ടാകുമ്പോ അല്ല ഈ വെയില് തട്ടുമ്പോൾ ഒരു ഗോൾഡൻ റിഫ്ലക്ഷൻ തരുന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഗോൾഡൻ ലേക്ക് എന്ന് പറഞ്ഞു. ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അടിപൊളിയുണ്ട്. ഇവിടെ ഇങ്ങനെ കുറെ കടകളുണ്ട്. അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇവർ നിർത്തും, എന്നിട്ട് ഇവിടെ പോയി മേടിച്ചോളാൻ പറയും. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ ഷോൾസിനും അതുപോലെ തന്നെ സാരീസിനും എല്ലാത്തിനും ഡിസ്കൗണ്ട് 20% ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷോൾസ് നോക്കാൻ വിചാരിച്ചിട്ടാ. ഇത് എന്തോ 600-700 ആ റേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതൊക്കെ നോക്കി ഇവിടെ നിന്ന് മേടിക്കാം. ഓൾറെഡി നമുക്ക് 2 എണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ കൊടുക്കാനുള്ളതൊക്കെ നോക്കി മേടിക്കാം. എങ്ങനെയുണ്ട്? ये वाला भी कलर है, ये इसमें ब्राउनिश कलर. വലിയ കുഴപ്പമില്ല കേട്ടോ, കാരണം നമ്മൾ നേരത്തെ മേടിച്ചത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട്. ഞങ്ങള് പെഹൽഗാമിൽ പോയ സമയത്ത് ഇത് ഗവൺമെന്റിന്റെ ഷോപ്പാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും നല്ലതാ. പിന്നെ അത് മാത്രമല്ല മെറ്റീരിയൽ നല്ല സോഫ്റ്റ്, അങ്ങനെയുണ്ട്. തൊടുമ്പോൾ തന്നെ നല്ല ഫീൽ ഉണ്ട് കേട്ടോ. നമ്മള് ഇങ്ങനത്തെ ഷോൾ എടുക്കാൻ വിചാരിച്ചു. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. दिखाओगे प्लीज? वहाँ पे आना है. ये टॉप एंड बॉटम, दुपट्टा नहीं. ये फुल 2 पीस है. ये वाला आता है മെഷീൻ എംബ്രോയിഡറി ആട്ടോ അത്. മെഷീനാ. 800 रुपए का आ जाएगा. आरी वर्क इस टाइप का. നമ്മുടെ ഇവിടെയൊക്കെ പണ്ടൊക്കെ അമ്മമാര് യൂസ് ചെയ്തിരുന്നില്ലേ. 300 ऑफ डिस्काउंट 1200 1200. नहीं बस वो 2 शॉल चाहिए. थैंक यू. ഇന്ന് താരതമ്യേന ഈസി യാത്രയായിരുന്നു കേട്ടോ. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ സോൻമാർഗിൽ നിന്ന് ഇവിടം വരെ എത്തി. അത് കഴിഞ്ഞിട്ട് ശങ്കരാചാര്യ ടെമ്പിൾ കുറേ കയറാണ്ടായിരുന്നു. എന്തായാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ദല്ലേക്കാണെങ്കിലും അതെ, ഷിക്കാര റൈഡ് ഉണ്ടല്ലോ, അതും ഈസി ആയിരുന്നു. ഇങ്ങനെ ഇരുന്ന് കാണുന്നത് നല്ല രസമുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ നമ്മളിതേ തിരിച്ചെത്തി. ഇനിയിപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. എന്നിട്ട് നാളെ ഒരു 11 മണിയോട് കൂടി ഇറങ്ങുകയാണെങ്കിൽ നമ്മളൊരു ഗാർഡനിൽ പോകുന്നുണ്ട്. പിന്നെ വാൾനട്ട് ഫ്രെഡ്ജ് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു റീലും എടുത്തിട്ട് തിരിച്ച് പോവാം. ഒരു 3 മണിയോടൊക്കെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ 5 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ പ്ലാൻ ഉള്ളത്. ഇന്ന് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇന്നല്ല, ആക്ച്വലി ആദ്യം മുതൽക്കേ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ഈസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ അപ്പോൾ അത്രയുള്ളൂ. ഇനിയിപ്പോൾ ഡിന്നറൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇവിടെയുള്ള എന്തെങ്കിലും കഴിച്ച് കിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ശ്രീനഗറിൽ താമസിച്ച അതേ സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി ഒരു ചെറിയ റൂമാണ്. പിന്നെ ഒരു രാത്രിയിലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഒന്ന് കാണിച്ച് തന്നില്ലായിരുന്നു. ഇത് ഹെർഡേ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കൊച്ചിയിലെ ഷോപ്പില്ലേ, അവിടെ നിന്നുള്ളതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്വെറ്ററാണ്. പക്ഷെ എനിക്ക് ഇൻസ്റ്റയിൽ ഇടാൻ പാകത്തിലുള്ള നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ സവാനിയിൽ നിന്നുള്ള ഒരു ജീൻസാണ് ഇട്ടിട്ടുള്ളത്. നമുക്കിനി നാളെ കാണാം. ഇന്നലെ രാത്രി 1 മണിക്കാണ് കേട്ടോ എത്തിയത്. അപ്പോൾ 2 ആളും നല്ല ഉറക്കായിരുന്നു. എന്നെ ആക്ച്വലി ഡ്രൈവർ വന്നിട്ട് പിക്ക് ചെയ്ത കാരണം കാറ് കേടുവന്നു ഇവിടുത്തെ. അങ്ങനെയാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ നല്ല ഉറക്കമായിരുന്നു. പിന്നെ എണീറ്റ് വിട്ടു. രാവിലെ എണീറ്റ് അങ്ങനെ തിരിഞ്ഞു മറന്നു കിടന്നു. പിന്നെ ആദ്യം കിടന്നു. ഇന്നിക്കുട്ടി അയ്യോ അമ്മോ ചാടി വീണിട്ട് അങ്ങനെയായിരുന്നു. ഇനി ശരിക്കും എണീക്കുമ്പോൾ ആണ് ഇതൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കാശ്മീരിൽ പോയാൽ വേറെ ഒന്നും നമുക്കങ്ങനെ പ്രത്യേകിച്ച് മേടിക്കാനില്ല കേട്ടോ. ഉള്ളിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് പോയത് വാൾനട്ട് തന്നെയാണ്. ഇപ്പോൾ ആമസോണിലെ പ്രൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം സിമിലർ ആണ് വാൾനട്ടിൻ്റെ പ്രൈസ്. ഭയങ്കര വിലക്കുറവൊന്നുമില്ല, പക്ഷെ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. സാധാരണ വാൾനട്ട് കഴിക്കുമ്പോൾ ഒരു കയ്പ്പ് ഫീൽ ചെയ്യില്ലേ, ഇതിന് അങ്ങനെ കയ്പ്പില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ പല 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 പാക്കറ്റിലാക്കിയിട്ട് 1/2 കിലോ 1/4 കിലോ ആയിട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ
മറ്റേ പശ്മീനി ഷോൾ ഇതന്നെ ഞാൻ മണാലി പോയി വന്നപ്പോഴും കൊടുത്ത്. അതുകൊണ്ട് ഞാൻ അധികം അതായത് കൊടുക്കാത്തവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ ആ ഷോൾ മേടിച്ചിട്ടുണ്ട്. അത് പല റേറ്റ് ഉള്ളതുണ്ട് കേട്ടോ. അതിൽ ഞാൻ 1000-ൻ്റെയും 500-ൻ്റെയാണ് ഇത്തവണ മേടിച്ചിട്ടുള്ളത്. നമ്മൾ മണാലിയിൽ പോയപ്പോൾ മേടിച്ച 300-ൻ്റെ ഇത് തീരെ സോഫ്റ്റ് അല്ലാണ്ട്, പക്ഷെ ഇതങ്ങനെയല്ല, ഇത് നല്ല സോഫ്റ്റാണ്. ഇതും ഗിഫ്റ്റ് ചെയ്യാൻ നല്ല ഓപ്ഷനാണ്. പിന്നെ വേണമെങ്കിൽ എന്താ ഉള്ളത്, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഫ്രിഡ്ജ് മാഗ്നറ്റ്, അതല്ലെങ്കിൽ കീ ചെയിൻ പോലെയുള്ളത്, അതല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇങ്ങനത്തെ ഒരു സാധനം, പിന്നെ ട്രെയിനർക്കൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ മേടിച്ചു. കോസ്മെറ്റിക് ഐറ്റംസ് ഞാൻ ഒന്നും മേടിച്ചില്ല കേട്ടോ. അവിടെ ഇങ്ങനെ കണ്ടു ഞാൻ കുറേ ഉള്ളത് നല്ലതെന്നൊക്കെ പറയണം, പക്ഷെ എനിക്ക് ഒന്നാമത് ഫുൾ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടില്ല അതിൽ. അപ്പോൾ അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല. പക്ഷേ കുറച്ചധികം സാധനങ്ങൾ മേടിച്ചപ്പോൾ അവിടുത്തെ ചേട്ടൻ നമുക്ക് ഗിഫ്റ്റ് തന്നതാണ് ലിബ. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അവിടെ നിന്ന് മേടിക്കാനായിട്ട്. പിന്നെ മേടിച്ചത് ഈ വാൾനട്ട് ഫഡ്ജാണ്. ഇതെല്ലാവർക്കും ഉള്ള ഓരോരോ പീസ് വെച്ചിട്ടുള്ളത് മേടിച്ചിട്ടുണ്ട്. ഇനി ട്രൈ ചെയ്യിക്കണം എല്ലാവരെയും കൊണ്ട്. ഞാൻ അഭിപ്രായം പറയിപ്പിക്കാട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ നമുക്ക് ഒരെണ്ണത്തിൻ്റെ പകുതിയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ഹെവിയാണ്. ഇനി ഞാൻ മധുരം അധികം കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നണതാണോ എന്ന് അറിയില്ല. മധുരത്തിൻ്റെ ആളെ ഏട്ടനാണ്, നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ആളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. പിന്നെ നമ്മൾ മിനിസോയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇമ്മക്കുട്ടിക്ക് ഞാനൊരു വാട്ടർ ബോട്ടിൽ, ഞാൻ എപ്പോഴും അവൾക്ക് ഗിഫ്റ്റ് മേടിക്കുമ്പോൾ ഉപകാരപ്രദമായിട്ടുള്ള അങ്ങനെ നോക്കി മേടിക്കുക. ബുക്കോ അല്ലെങ്കിൽ ഇങ്ങനെ വാട്ടർ ബോട്ടിൽ കേടുവന്നിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു. പിന്നെ കുറച്ച് ഷീറ്റ് മാസ്ക് മേടിച്ചു, ഒരു ഷാർപ്നർ, അങ്ങനത്തെ സാധനങ്ങൾ. ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ നമ്മൾ മേടിച്ചതിൽ. മെയിനായിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ള വാൾനട്ടാണ് നമ്മൾ മേടിച്ചിട്ടില്ല. അപ്പം തന്നെ വെയിറ്റ് ഏകദേശം കൂടിയായിരുന്നു. നമ്മുടെ 2 പെട്ടിയും കൂടിയിട്ട് 31 കിലോ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇന്നലെ പോണ ഫ്ലൈറ്റ് ലേറ്റ് ആയപ്പോൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഫ്ലൈറ്റിലേക്ക് ആക്കി. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ ഓടിപ്പടഞ്ഞ് പോകണമായിരുന്നു. അങ്ങനെ ആകെ മൊത്തം ബഹളമായിരുന്നു. പക്ഷെ എന്നാലും സ്മൂത്തായിരുന്നു കാര്യങ്ങൾ. ഞാൻ ഈ ട്രിപ്പിൽ ഉദ്ദേശിച്ചിരുന്നത് വേണമെന്ന് വിചാരിച്ചത് ഞാൻ ഈ ട്രിപ്പിൽ വേണമെന്ന് വിചാരിച്ചിരുന്നത് എല്ലാം നടന്നു. ആദ്യമായിട്ടാണ് ട്രിപ്പ് വിചാരിച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കില്ലേ, അങ്ങനെ അതെല്ലാം നടന്നു എന്നുള്ളതാണ്. ഞാൻ ലാസ്റ്റ് ഇയർ മണാലി പോയപ്പോഴാണ് സാരി ഉടുത്തിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. അത് അപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തവണ നടന്നു എന്ന് മാത്രമല്ല, ഞാൻ വിചാരിച്ചതിനെ കണ്ടും നന്നായി നടന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഏട്ടനെ ഇമ്മക്കുട്ടി എണീക്കട്ടെ. അപ്പോൾ നമുക്ക് കൊടുക്കാട്ടെ. ഇത് ഓരോന്നായിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കാം. ഇതൊക്കെ ഞാൻ താഴെ കൊണ്ടുപോയി കൊടുക്കട്ടെ, അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കട്ടെ. എന്നിട്ട് അമ്മയാണ് ഇങ്ങനെ എല്ലാവർക്കും ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രയോടെ ഇനി അൺപാക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ അൺപാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി. ചിലത് നമുക്ക് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം, ചിലത് വെയിലത്തിട്ട് ഉണക്കിയാൽ മതി, ചിലത് ഹാൻഡ് വാഷ് ചെയ്യണം, ചിലത് വാഷിംഗ് മെഷീനിൽ ഇടണം. അങ്ങനെ ഞാൻ ഇപ്പം തന്നെ എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചു. ഞാൻ ഒരുപാട് മാറിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സാധാരണ ഞാൻ ഒരു ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞാൽ അൺപാക്ക് ചെയ്യണമെങ്കിൽ ഒരു 2-3 ദിവസം എടുത്തിട്ടേ ഞാൻ ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ വന്നപ്പോൾ തന്നെ ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ വേഗം എല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് ഇനി മുകളിൽ പോയിട്ട് നമുക്ക് എല്ലാം റെഡിയാക്കി വെക്കാം. ഓക്കെ. Konnichiwa. Hello. Can you hear me? Hi. Craft. തിരിച്ചു വരുമ്പോഴും എനിക്കൊരു കാർഡ് ഇത്തവണ വെൽക്കം ബാക്ക് അമ്മു. How this is that I wrote welcome back Ammu since Amma കാശ്മീരിലേക്കല്ലേ പോയെ. അവന് സ്നോമാനും സ്നോവും ഹാർട്സും സ്റ്റാർസും ഒക്കെ വരച്ചു. അത് കഴിഞ്ഞിട്ട് ദിസ് ഇസ് ലൈക്ക് വലിയ കാർഡ്. അപ്പോൾ ഒരു A4 ഷീറ്റ്സിന്റെ സൈസാണ് ഇത്. ഇവ 2 A4 ഷീറ്റ്സ് ഒരുമിച്ച് ഗ്ലൂ ചെയ്തതാ. ഇവിടെ ഞാൻ വെറുതെ ഐ ലവ് യു എന്ന് എഴുതി. ലവ് യു ടു മൈ പൂക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ഗേളെ വെച്ചു. അപ്പോൾ ലൈക്ക് ദീസ് ആക്സസറീസ് ഐ ഡു റൈറ്റ്. സോ അമ്മു ലൈക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കാം. വെൽക്കം. ദിസ് ഇസ് ബൈ ദ വേ ദിസ് ഇസ് നോട്ട് സമോസ, ദിസ് ഇസ് കമ്മൽ, നോട്ട് സമോസ. അങ്ങനെ 2 ആൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ വന്ന സന്തോഷത്തിൽ ഒരാൾ സ്കൂളിലേക്കും പോയിട്ടില്ല. ഹായ്. എന്ത് തോന്നുന്നു? എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും ദിവസം? എങ്ങനെയുണ്ടായിരുന്നു അമ്മയില്ലാണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാന്ന് പറയും. ജയിലിൽ നിന്ന് പരോളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു അപ്പൊ കുഞ്ഞൂന അമ്മയുടെ ഗിഫ്റ്റ് കാശ്മീരിൽ നിന്ന് വാട്ടർ ബോട്ടിൽ നിന്ന് മിനിസോ ഗിഫ്റ്റ്. ഇതൊക്കെ ഇമ്മ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. പക്ഷെ എന്നാലും റിയാക്ഷൻ തന്നതാണ് ഇമ്മക്കുട്ടി.
ആ മതി, എത്ര മതി. ഇത് ഏട്ടന് ഇത് ഭയങ്കര ഒബ്സഷൻ ആട്ടോ, ഈ മണമുള്ള സാധനം ഉണ്ടല്ലോ, ബാത്റൂമിനകത്തും റൂമിനകത്തൊക്കെ കൊണ്ടിടും, കാറില് കൊണ്ടിടും. ഇനി ഞാനൊരു സാധനം തരാം, അത് രണ്ടാളും ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ ഓക്കെ. ഇത് അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വാൾനട്ട് ഫഡ്ജ് ആണ്. ശരിക്കും കുറച്ച് കട്ടി ഉണ്ടാവും കേട്ടോ. അച്ഛനൊന്നും പറ്റിയില്ലെങ്കിൽ ഞാൻ കഴിക്കാതെ. എങ്ങനെയുണ്ട്? ഇഷ്ടായ? മധുരം എന്ന് പറഞ്ഞല്ലോ, ഫുഡും മധുരം. എനിക്ക് തോന്നിയായിരുന്നു ഫുഡും മധുരം. ഇഷ്ടായില്ല? എനിക്ക് പക്ഷെ ആ തണുപ്പത്ത് കഴിച്ചപ്പോ എനിക്ക് ഇഷ്ടായിട്ടോ. ഇഷ്ടായോ? എനിക്കിപ്പോ ഉണ്ട് എന്തോ ഒരു പരിചിതമായ ടേസ്റ്റ് തോന്നുന്നില്ലേ? എന്തിന്റെയാ? വാൾനട്ട് തന്നെ അല്ലേ? പൊന്നൂന് ഇഷ്ടായോ? ഇത്ര മധുരമില്ലായിരുന്നു, ഇത് നല്ല അടിപൊളിയാണ്. ഭയങ്കര എനിക്ക് തോന്നുന്നു ഏറ്റവും ഡയറ്റ് ആയതുകൊണ്ട് കുറച്ചധികം നാളെ മധുരം കഴിച്ചിട്ട് അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. ഭയങ്കര ഇച്ചിരി ഹെവിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. സംഭവം അടിപൊളിയാണ്. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ച റിയാക്ഷൻ അല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഏട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. കുഞ്ഞുവിന് ഇഷ്ടം. ഞാൻ വിചാരിച്ചു ഇമൂന് അത്ര ഇഷ്ടപ്പെട്ടില്ല, അതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഓപ്പോസിറ്റായി. അപ്പൊ അങ്ങനെ പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്. ഇത് പിടിക്കൂ. ഇത് കോക്കനട്ട് ബർഫി. ഇത് എന്റെ ഒരു വൈബേ അല്ല കേട്ടോ, എനിക്ക് ബർഫിയെ ഇഷ്ടമല്ല. അത് മണത്തൊക്കെ ഒരു കടി കടിച്ചോ. ഇതാ ഏട്ടൻ കഴിച്ചു നോക്കും. ടേസ്റ്റ് ഇത് അവിടുത്തെ മെയിൻ ആട്ടോ. ഇഷ്ടായോ? ഓക്കെ ഓക്കെ, എനിക്ക് ഇഷ്ടായില്ല. അങ്ങനെ കാണിക്കലോടാ. ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ കാണിക്കാൻ പാടില്ല. എനിക്ക് ബർഫി സാധനങ്ങൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇമ്മയ്ക്കും അതെ തേങ്ങയുടെ സാധനങ്ങൾ ഇഷ്ടമല്ല. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ ഇനി എന്റെ അനുഭവം പറയട്ടെ, നിങ്ങൾ കേൾക്കുന്നു? വേണ്ട, പറഞ്ഞോളൂ. പക്ഷെ എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കിനി നെക്സ്റ്റ് ടൈം പോവാട്ടോ. ഓക്കെ ബേബി? അധ്വാനിച്ചു പോകുന്ന അതൊന്നും അത്ര രണ്ടാൾക്കും അത്ര ഇഷ്ടമല്ല. ഒരുപാട് അധ്വാനിച്ചു പോണതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എന്നെ മനസ്സ് നിറഞ്ഞു. ഞാൻ ഇതുവരെ പോയ സ്ഥലങ്ങളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു സ്ഥലമാണ്. ഐ വിഷ് എല്ലാവർക്കും അവിടെ പോകാൻ പറ്റട്ടെ, എസ്പെഷ്യലി മഞ്ഞ് കാണണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും. എനിക്ക് കുറച്ചും കൂടി സോഫ്റ്റ് കോർണർ സ്ത്രീകളോടുണ്ട്, എസ്പെഷ്യലി എൻ്റെ പ്രായത്തിലുള്ള സ്ത്രീകളോട്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രായത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും എന്തായാലും പോകാൻ പറ്റട്ടെ എന്ന് എനിക്ക് മനസ്സ് നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് അത്ര ആഗ്രഹമുണ്ട് എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. സോ വർക്ക് ഹാർഡ്, സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ് ആൻഡ് ഗോ ഫോർ ഇറ്റ്. എന്തായാലും എല്ലാവരും ഇത് അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഗോ ഫോർ ഇറ്റ് ഞാൻ പറയും. ലവ് യു ഓൾ സോ മച്ച്. ബൈ.